നമസ്കാരം. കോൺഗ്രസിന്റെ സമകാലിക ചരിത്രത്തിൽ ദേശീയ തലത്തിലും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിലും ഒരുപോലെ നിർണായക സ്വാധീനം ചെലുത്തുന്ന വ്യക്തിത്വമാണ് കെ.സി. വേണുഗോപാൽ. ഒരു സാധാരണ പ്രവർത്തകനായിട്ട് KSU എന്ന വിദ്യാർത്ഥി സംഘടനയിലൂടെ പൊതുരംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹം സ്വതസിദ്ധമായിട്ടുള്ള കഠിനാധ്വാനത്തിലൂടെയും സംഘടനാ മികവിലൂടെയുമാണ് ഇന്ന് AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന സുപ്രധാന പദവിയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു പദവിയല്ല, മറിച്ച് അർപ്പണബോധമുള്ള ഒരു നേതാവിന് പാർട്ടി നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് വളർന്ന് ഡൽഹിയിലെ അധികാര സ്ഥിര കേന്ദ്രങ്ങളിൽ പാർട്ടിയുടെ നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുമ്പോഴും തൻ്റെ രാഷ്ട്രീയ വേരുകൾ മറക്കാത്ത ഒരു നേതാവാണ് അദ്ദേഹം എന്നത് അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. കെ.സി. വേണുഗോപാലിൻ്റെ പ്രവർത്തന പാരമ്പര്യം കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകം വിവരിച്ചു കൊടുക്കേണ്ടതില്ല. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പടിപടിയായി ഉയർന്നു വന്ന അദ്ദേഹം ജനപ്രതിനിധി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ ജനസമ്മതിയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ രാഹുൽ ഗാന്ധിക്കും അതോടൊപ്പം തന്നെ AICC പ്രസിഡന്റിനും തൊട്ടു പിന്നാലെ പാർട്ടിയുടെ നയരൂപീകരണങ്ങളിൽ ഏറ്റവും നിർണായകമായ ശബ്ദം അദ്ദേഹത്തിൻ്റെതാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ തന്നെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാനും കൃത്യമായ സമയത്ത് ഇടപെടലുകൾ നടത്താനും അദ്ദേഹം പുലർത്തുന്ന ജാഗ്രത മാതൃകാപരമാണ്. ദീർഘകാലം ഡൽഹിയിൽ പ്രവർത്തിച്ചിട്ടും തൻ്റെ മണ്ഡലമായ ആലപ്പുഴയുമായും കേരളവുമായും അദ്ദേഹം പുലർത്തുന്ന ആത്മബന്ധത്തിൻ്റെ തെളിവാണ് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വൻ വിജയം. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു നേതാവിന് 24 മണിക്കൂറും മണ്ഡലത്തിൽ സജീവമായിരുന്നാൽ പോലും വിജയമുറപ്പിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ആലപ്പുഴയിലേക്ക് പറന്നിറങ്ങി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തെയും ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന വലിയ സ്ഥാനത്തെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിരന്തരമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവർ പോലും ഇപ്പോൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ ഗോതയിൽ കെ.സി. വേണുഗോപാൽ എന്ന നേതാവ് നേടിയ ഈ വിജയം അത് ഹൈക്കമാൻഡിന് കേരളത്തിലുള്ള വിശ്വാസം ഏറെ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ യാത്രകളിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെയും അദ്ദേഹത്തിൻ്റെ നിഴലായി കൂടെ സഞ്ചരിച്ച കെ.സി. വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിലെ അനിഷേധ്യമായിട്ടുള്ള സാന്നിധ്യമായി തന്നെ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നടന്ന കോൺഗ്രസ് നേതൃസംഗമം അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. അവിടെ കെ.സി. വേണുഗോപാൽ നടത്തിയ പ്രസംഗവും തുടർന്ന് നടത്തിയ ഇടപെടലുകളുമൊക്കെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയൊരു ഉത്തേജനമാണ് അവിടെ നൽകിയിരിക്കുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങൾ അത് രാഷ്ട്രീയ എതിരാളികളെ പോലും ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്നതായിരുന്നു. UDF 100 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും ആ ലക്ഷ്യം കൈവരിക്കുന്നത് വരെ തനിക്ക് വിശ്രമമില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ അത് കേവലം ഒരു മുദ്രാവാക്യമായിരുന്നില്ല, മറിച്ച് വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകളുടെയും ആസൂത്രണത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു ഭാഗമായിരുന്നു. ഈ ഒരു ദൃഢനിശ്ചയം അത് താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് പോലും പുതിയൊരു ദിശാബോധം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ വിപ്ലവകരമായിട്ടുള്ള പ്രഖ്യാപനമാണ് മറ്റൊന്ന്. അതായത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വനിതകൾക്കും യുവാക്കൾക്കും വളരെ ഗണ്യമായിട്ടുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്ന അദ്ദേഹത്തിൻ്റെ ആ വാഗ്ദാനം അത് കോൺഗ്രസ് പാർട്ടിക്കെതിരെ പതിറ്റാണ്ടുകളായിട്ട് ഉയരുന്ന വിമർശനങ്ങൾക്കുള്ള ഒരു ചുട്ട മറുപടിയാണ്. പഴയ നേതാക്കൾ തന്നെ വീണ്ടും വീണ്ടും മത്സരിക്കുന്നുവെന്ന ആക്ഷേപം ഇല്ലാതാക്കാൻ ഈ തീരുമാനം ഏറെ സഹായിക്കും. യുവാക്കളെയും സ്ത്രീകളെയും രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ പാർട്ടിയെ നവീകരിക്കാനാണ് അദ്ദേഹം ഇവിടെ ലക്ഷ്യമിടുന്നത്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ വീതം വയ്ക്കുന്ന പഴയ രീതിക്ക് അറുതി വരുത്തുമെന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾക്കും അച്ചടക്കത്തിനും വഴിതെളിക്കുമെന്നതിൽ സംശയമില്ല. കോൺഗ്രസ് പാർട്ടിയെ ദശാബ്ദങ്ങളായിട്ട് വേട്ടയാടിയിരുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ശപിക്കപ്പെട്ട കാലഘട്ടം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് നിലവിലെ സാഹചര്യങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തുന്നത്. എ ഗ്രൂപ്പെന്നും ഐ ഗ്രൂപ്പെന്നും വേർതിരിഞ്ഞ് പരസ്പരം പോരടിച്ചിരുന്ന ഒരു രീതിയിൽ നിന്നും ഇന്ന് മാറിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഏക മനസ്സോടെ പ്രവർത്തിക്കാനായിട്ട് ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വമ്പിച്ച മുന്നേറ്റം. ഭരണപക്ഷത്തിൻ്റെ അഴിമതികൾക്കും ജനദ്രോഹ നടപടികൾക്കുമെതിരെ ജനങ്ങൾ നൽകിയ ശക്തമായിട്ടുള്ള ഒരു താക്കീതായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഫലം. നേതാക്കൾക്കിടയിലെ ഈ യോജിപ്പിന് പിന്നിൽ കെ.സി. വേണുഗോപാലിനെ പോലെയുള്ളവരുടെയൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളും ദീർഘവീക്ഷണത്തോടെയുള്ള ആലോചനകളും വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ കടുത്ത ഭാഷയിലുള്ള വിമർശനം അത് പാർട്ടിക്കുള്ളിലെ അച്ചടക്കം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു. മാധ്യമങ്ങളിൽ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ചില നേതാക്കൾ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കുന്നതിനെ അദ്ദേഹം ശക്തമായ ഭാഷയിൽ എതിർത്തു. പാർട്ടിയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതെന്നും
അല്ലാതെ വ്യക്തികളല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത് പാർട്ടിയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയും അതോടൊപ്പം തന്നെ അച്ചടക്കത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിനെയും ഒക്കെ തന്നെ ഇവിടെ കാണിക്കുകയാണ്. താനൊരു ഗ്രൂപ്പിൻ്റെയും ആളല്ലെന്നും പാർട്ടിയുടെ പൊതു താല്പര്യമാണ് വലുതെന്നും പ്രവൃത്തിയിലൂടെ തെളിയിക്കാനായിട്ട് അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു. ഇത് നേതാക്കൾക്കിടയിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് ഏറെ സഹായിച്ചിട്ടുണ്ട്. എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന അദ്ദേഹത്തിൻ്റെ നയം, അത് രാഷ്ട്രീയമായ വലിയൊരു വ്യക്തതയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. താൻ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നുവെന്ന തരത്തിൽ പ്രചരിച്ച വ്യാജ വാർത്തകൾക്ക് അദ്ദേഹം ഇപ്പോൾ അന്ത്യമിട്ടിരിക്കുകയാണ്. താൻ നിലവിലൊരു പാർലമെൻറ്റ് അംഗമാണെന്നും ഡൽഹിയിലെ പ്രവർത്തനങ്ങളിലാണ് താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം പച്ചയായി തുറന്നു പറഞ്ഞു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ബെന്നി ബെഹനാൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ മുതിർന്ന എം പിമാരും തങ്ങൾ നിയമസഭയിലേക്ക് ഇനി മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയത് അത് പാർട്ടിക്കുള്ളിലെ ആശയക്കുഴപ്പങ്ങൾ തന്നെ നീക്കാൻ ഏറെ സഹായിച്ചിട്ടുണ്ട്. ഇതോടെ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും വരാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ് അന്തിമമെന്നും അത് എല്ലാവരും അനുസരിക്കാനായിട്ട് തയ്യാറാകണമെന്നും അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിച്ചു. ഒരുപക്ഷെ പാർട്ടിയുടെ താല്പര്യം മുൻനിർത്തി ഏതെങ്കിലും എം പിമാരോട് മത്സരിക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ അത് അനുസരിക്കേണ്ടി വരുമെന്ന സാങ്കേതിക വശം ഇവിടെ നിലനിൽക്കുമ്പോഴും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള സീറ്റുകൾ നഷ്ടപ്പെടുത്താതെ പുതിയ മേഖലകളിലേക്ക് പാർട്ടിയെ വളർത്താനാണ് ഇപ്പോൾ നേതൃത്വം ഏറെ ആഗ്രഹിക്കുന്നത്. എം പിമാർ രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് വഴി ഉണ്ടാവുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പാർട്ടിക്കോ ഭരണകൂടത്തിനോ ഗുണകരമാകില്ല എന്ന തിരിച്ചറിവ് നേതൃത്വത്തിനുണ്ട്. നേതൃദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് തെളിയിക്കുന്നതാണ് ഇവിടെ യുവാക്കൾക്കും വനിതകൾക്കും നൽകാൻ പോകുന്ന ഈ ഒരു വലിയ പ്രാധാന്യമെന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവർ ഒരേ സ്വരത്തിൽ പറയുന്നത് പിണറായി സർക്കാരിൻ്റെ 10 വർഷത്തെ ദുർഭരണത്തിന് ജനങ്ങൾ ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ അറുതി വരുത്തും എന്നാണ്. അഴിമതിയും പിൻവാതിൽ നിയമനങ്ങളും കൊണ്ട് ജനങ്ങൾ ശ്വാസം മുട്ടുകയാണ്. PSC റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി ലഭിക്കാതെ തെരുവിൽ സമരം ചെയ്യേണ്ടി വന്ന ഉദ്യോഗാർത്ഥികളുടെയും ഒരു നേരത്തെ ആഹാരത്തിനായിട്ട് കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ നൽകാത്ത സർക്കാരിൻ്റെയും നടപടികൾക്കെതിരെ ജനമനസ്സുകളിൽ വലിയ അമർഷമുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ട ആ ജനവികാരം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. UDF മുന്നണിയിലെ കക്ഷികളായിട്ടുള്ള മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, RSP തുടങ്ങിയ പാർട്ടികൾക്കിടയിലുള്ള ഐക്യവും ഈ ഭരണമാറ്റത്തിനുള്ള സാധ്യതകളേറെ വർദ്ധിപ്പിക്കുകയാണ്. നിലവിൽ സർക്കാർ സംവിധാനങ്ങളാകെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ആശുപത്രികളിൽ മരുന്നില്ലാത്ത അവസ്ഥയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് പഠനാന്തരീക്ഷം നഷ്ടപ്പെട്ടതുമൊക്കെ തന്നെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ലാത്ത ഭരണസമ്പന്നവും ജനങ്ങളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നു. തൊഴിലില്ലാത്ത യുവാക്കൾ തെരുവിൽ അലയുമ്പോൾ പാർട്ടി ഓഫീസുകളിൽ നിന്ന് നൽകുന്ന പട്ടിക പ്രകാരം ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന രീതിയാണ് ഇവിടെ നടക്കുന്നത്. പുതുപ്പള്ളിയിലെയും പാലക്കാട്ടെയും നിലമ്പൂരിലെയും ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഈ ഭരണത്തോടുള്ള ജനങ്ങളുടെ കടുത്ത വിരോധത്തിൻ്റെ സൂചനയാണ്. ഈ രാഷ്ട്രീയ സാഹചര്യം മുൻനിർത്തിയാണ് കോൺഗ്രസ് പാർട്ടി ഇന്ന് ഒരു യന്ത്രം പോലെ കൃത്യതയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നത്. KC വേണുഗോപാൽ എന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി ഇന്ന് ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിട്ടുള്ള കനകോലുവിനെ പോലെയുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ സേവനം അത് ഇവിടെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ സ്ഥാനാർത്ഥി നിർണ്ണയവും പ്രചരണ തന്ത്രങ്ങളുമൊക്കെ തന്നെ മെനഞ്ഞുകൊണ്ട് ഈ മാസം തന്നെ സജീവമായിട്ട് രംഗത്തിറങ്ങാനാണ് പാർട്ടിയുടെ തീരുമാനം. അദ്ദേഹം പാർട്ടിക്ക് നൽകുന്ന സംഭാവനകൾ ഏറെ അഭിമാനകരമാണ്. കേരളത്തിലെയും കേന്ദ്രത്തിലെയും കോൺഗ്രസ് ഘടകങ്ങളെ ഒരുപോലെ ഏകോപിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏതായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായിട്ടുള്ള വിജയം കോൺഗ്രസിന് സമ്മാനിക്കുമെന്ന് ഇവിടെ ഉറപ്പാണ്. അണികളിലും പൊതുസമൂഹത്തിലും അദ്ദേഹം പകർന്നു നൽകിയ ആത്മവിശ്വാസം കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് ഇപ്പോൾ തിരികൊളുത്തി കഴിഞ്ഞു.